Hi dear friends. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്രീം ചീസ് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, ക്രീം ചീസ് ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ക്രീം ചീസ് ചേർത്തുകൊണ്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ബട്ടർ മിൽക്ക് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൊക്കോ പൗഡറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്ത് ഈ മിക്സ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് ഷുഗറാണ് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിലിന് പകരം നമുക്ക് ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് ക്രീം ഒഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രീം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് കിട്ടും. ഞാൻ ഈ റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം ചീസ് എടുത്തിട്ടുണ്ട്.
ഈ ക്രീം ചീസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാനിതിൻ്റെ റെസിപ്പി ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ചീസ് എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് നല്ലത്. വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ റേറ്റും കൂടുതലാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ഒരുപാട് കുത്തി ഇളക്കരുത്, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഉണ്ടാക്കിയെടുക്കാം, ക്രീം ചീസ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ക്രീം ചീസ് ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്